ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗാന്ധിധാമിൽ നിന്നും തിരുനെൽവേലിയിലേക്കുള്ള ഹംസഫർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗാന്ധിധാമിൽ നിന്നും ഷൊർണൂരിലേക്കാണ് നമ്മുടെ യാത്ര. ഈ വീഡിയോയുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി പാർട്ട് 1 കണ്ടിട്ട് വരിക. പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ വസൈ റോഡ് സ്റ്റേഷനിലെത്തി. സമയം 3:39. 3:39 വസൈ റോഡിലെത്തിയത്. വണ്ടി ലേറ്റാണ് ഇൻ്റർവ്യൂവിൽ. കുറേ പേര് ഇറങ്ങാനുണ്ട്, കുറേ പേര് കയറാനുണ്ട്. നമുക്ക് എന്നാൽ പതുക്കെ അകത്ത് കയറി നമ്മുടെ സീറ്റിൽ പോയിരിക്കാം കുറച്ച് നേരം. ചൂടെടുത്തൊരു വഴി കഴിഞ്ഞാൽ വസൈന്ന് വിട്ട് കഴിഞ്ഞോട്ടോ വണ്ടി. സമയം 3:43. അപ്പോൾ അങ്ങനെ നമ്മൾ വസൈ റോഡിൽ നിന്നൊക്കെ പുറപ്പെട്ട് നമ്മൾ ഭിവണ്ടി റോഡ് കഴിഞ്ഞ് ഏകദേശം പുറപ്പെടാറായിട്ടുണ്ട്. വസൈ റോഡിൽ നിന്ന് പുറപ്പെടുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം വസൈ റോഡിൽ നിന്ന് 2 മലയാളികൾ കയറി. ആകെ മൊത്തം ചൊറിച്ചില്ല. 2 സീറ്റാണ്. കോപ്പർ സ്റ്റേഷൻ എത്തി, അപ്പർ ലെവലിലുള്ളത്. ഈ ഹംസഫറിൻ്റെ ലിവറി കാണാൻ നല്ല ഭംഗിയാണ്. വേറൊരു അഴക് തന്നെയാണത്. ബ്യൂട്ടിഫുൾ ലിവറിയാണ് ഈ ഹംസഫറിൻ്റെ ലിവറി. നമ്മുടെ ട്രെയിനിൽ നമ്മൾ AC കോച്ചുകൾ ഏറ്റവും ഫ്രണ്ടിൽ AC കോച്ചാണ്. അതിന് അപ്പുറത്തോട്ടുള്ള നോൺ AC കോച്ചുകളാണ്. സ്ലീപ്പർ കോച്ചുകളൊന്നും ഹംസഫർ ലിവറി വരെ ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫ്രണ്ടിലോട്ട് ട്രെയിൻ റെഡാണ്, ബാക്കിലോട്ട് ഹംസഫർ ലിവറിയാണ്. ഫ്രണ്ടിലോട്ട് റെഡ്, ബാക്കിലോട്ട് ഹംസഫർ. ഹംസഫർ ലിവറി കാണാൻ തന്നെ അഴകല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഈ ലൂപ്പിന് താഴെ എത്താറായി. കല്യാണിലോട്ടുള്ള ലൈനുകൾ എവിടെ നിന്ന് റൈറ്റ് പോകും. ദൂരെ മെയിൻ ലൈൻ വഴി ഒരു EMI പോകുന്ന പറഞ്ഞിട്ടുണ്ടാവും. ഈ ലൈൻ വഴി പോയി നേരെ കല്യാണിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രാജ്കോട്ട് കോയമ്പത്തൂർ എക്സ്പ്രസ് അങ്ങനത്തെ കുറച്ച് വണ്ടികൾ ഇതുവഴിയാണ് പോകുന്നത്. ദൂരെ നമ്മൾ ഓടി വന്ന ഓപ്പൺ വെബ് ഗാർഡർ ബ്രിഡ്ജ് കാണാൻ പറ്റും. ദൂരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് ആക്ച്വലി നമ്മൾ വന്ന പാലമല്ല, നമ്മുടെ പാലത്തിന് തൊട്ടടുത്തുള്ള DFCയുടെ പാലമാണത്. നമ്മുടെ പാലം കാണാൻ പറ്റില്ല. ട്രെയിനാണല്ലോ. അജിനിയുടെ 3166. ഝാൻസി ഷെഡിൻ്റെ 28000. ലേഡി ലോക്കോ പൈലറ്റാണ്. ഫ്രണ്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു തുടങ്ങി. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് പന്നയിൽ പോകും. അപ്പോൾ നമ്മൾ പൻവേൽ ഭാഗത്തേക്ക് തിരിഞ്ഞു.
അപ്പോൾ നമ്മളങ്ങനെ ദിവ കോഡ് ലൈനിൻ്റെ അറ്റത്തെത്താണ്. നമ്മൾ അല്പം മുമ്പിലായിട്ട് പൻവേൽ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യും. അതാണ് ദിവ പൻവേൽ റോഹ മെയിൻ ലൈന്. നമ്മളതിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, സോറി, നമുക്കിനി പൻവേൽ വരെ ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല. ഫ്ലൈറ്റ് വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. പൻവേൽ കഴിഞ്ഞിട്ട് നമ്മൾ രാജധാനി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. മഡ്ഗാവ് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്സിനെ. പിന്നെ വേറെ ക്രോസിങ്സ് എല്ലാം പൻവേൽ കഴിഞ്ഞിട്ടുള്ളൂ. പൻവേൽ വരെ നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. കാരണം ട്രെയിൻ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ദാക്ടിവലി സ്റ്റേഷൻ. ഇത് ബോർഡൊക്കെ മാറ്റുക, അതായത് എന്തിനാണെന്നുള്ളത് എനിക്ക് ഇത്രയും മനസ്സിലായില്ല. ഇത് 15 ദിവസം മെമു വല്ലതും വരാനുണ്ടോ എന്നറിയില്ല. ആൾക്കാർ നിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് ഇന്ന്. എന്നിട്ടും ആൾക്കാരെ കുറച്ച് തിരിഞ്ഞ് നടക്കണ്ടല്ലോ. ട്രെയിൻ ഒരു പിടിയില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. രണ്ടും കല്യാൺ ഷെഡിൻ്റെയാണ്. റെയിൽവേ സ്റ്റേഷനാണ്. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറാണ്. ഇവൻ ആക്ച്വലി നമ്മൾ വൈത്തറിനെ തിരിഞ്ഞു പോയായിരുന്നു. പിന്നെ കാർബാവിൻ്റെ അടുത്ത് വെച്ച് നമ്മുടെ അടുത്തൊന്ന് കയറിയായിരുന്നു. പിന്നെ വീണ്ടും തിരിഞ്ഞു പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇവിടെ നമ്മളുടെ സ്ട്രെച്ച് വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കാലങ്ങളായിട്ട് വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര സ്ലോ ആണ് ഈ ഒരു വർക്ക്. ദൂരെ മലകൾ കാണാം കേട്ടോ. നല്ല ഭംഗിയല്ലേ. ഈ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ അടുത്ത വർഷത്തേക്ക് 2026 കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോ 2025 ക്യാപ്ചർ ചെയ്യുന്നത്. നിങ്ങൾ കാണുമ്പോൾ 26 ആവും. അപ്പോൾ 2026 ഇത് കമ്മീഷൻ ചെയ്യുന്നതാണ് റെയിൽവേസ് അവകാശപ്പെടുന്നത്. പക്ഷെ വർക്കൊന്നും ആയിട്ടില്ല. ഇവിടെ പെട്ടെന്ന് ട്രാക്ക് ലൈൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതൊരു ട്രാക്ക് ലൈൻ ഡിപ്പോണെന്ന് തോന്നുന്നു. ടാറ്റ കൺസ്ട്രക്ഷൻസ് പ്രോജക്ട്സാണ് ഇത് ചെയ്യുന്നത്. സ്ലീപ്പർ ഡിപ്പോ അത് വരെ ടാറ്റ പ്രോജക്ട്സാണ് ഇത് ചെയ്യുന്നത്. പുത്തൻ ഹോപ്പർ വാഗൺസ് ആണ്. ടാറ്റയുടെ ലോഗോ ഉള്ള യൂട്ടിലിറ്റി ട്രാക്ക് വെക്കണം. അടിപൊളി. ഒരു സ്റ്റേഷനാണ്. 2 ലൂപ്പ് ലൈനുള്ള സ്റ്റേഷനാണ്. ഫ്രണ്ടിലായി DFCയുടെ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ഇതെനിക്ക് ന്യൂ ന്യൂലജി സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ തകൃതിയായിട്ട് സിഗ്നലിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ടോ. വർക്ക് നല്ല സ്പീഡ് നടക്കുന്നുണ്ട്. വർക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇലക്ട്രിക് ട്രാക്ഷൻ ഒന്നും ആയിട്ടില്ല. ഇതാണ് DFCയുടെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. എനിക്കൊന്നും ഇവിടെ ക്രൂ ചേഞ്ചുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലുതായിട്ട് പണിതിട്ട് എന്തൊന്നും മനസ്സിലാവുന്നില്ല.
നമുക്ക് ഫ്രണ്ട് റെഡ് ഉണ്ട്. ടാറ്റ പ്രൊജക്ട്സിൻ്റെ ഹോപ്പർ വാഗൺസ് ആണ്. ടാറ്റ പ്രൊജക്ട്സ് ആയതുകൊണ്ടായിരിക്കും ടാറ്റയുടെ തന്നെയാണ് ലോറി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ട്രാക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ അവർ. ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഇങ്ങനത്തെ വർക്ക് നടന്നിട്ടുണ്ട്. ബട്ട് ഓവറോൾ പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആണ്. നമ്മുടെ ഒരു ഫ്രൈറ്റിന് ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫ്രൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കണ്ടായിരുന്നു, അതാണ് നമ്മൾ സ്ലോ ആയിട്ട്. അപ്പോൾ ഇവിടെ DFCന്ന് എക്സിറ്റ് ഉണ്ട്. DFCന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ലൈനാണ്. ഇത് തളോജ പഞ്ചനാന്ത സ്റ്റേഷനാണ്. तळोजा पांचनाम അപ്പുറത്തെ പൊക്കത്ത് കാണുന്ന വയഡക്ട് നവി മുംബൈ മെട്രോൻ്റെയാണ്. അത് തളോജ പാഞ്ചനാഥ് റെയിൽവേ സ്റ്റേഷനാണ്. ചൈനീസ് റോളിംഗ് സ്റ്റോക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ചറപറ വർക്ക് നടക്കുന്നു. ഇടുക്കാച്ചി ഇവിടെയൊക്കെ മഴക്കാലത്തൊന്ന് മലകളിലൊക്കെ വാട്ടർഫാൾസ് ഉണ്ടാവും. നമ്മുടെ പഴയ രാജധാനി വീഡിയോയിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും. രാജധാനി വീഡിയോയിൽ അതുപോലെ അതിന് ദുരന്ത വീഡിയോയിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കലമ്പുളി ഇതേ കലമ്പുളി കാണാൻ കലമ്പുളിയിലെ പിറ്റ് ലൈനാണ്. ഈ പിറ്റ് ലൈൻസിന് ഒത്ത നടക്കായിട്ട് ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. ആ ബിൽഡിംഗ് റിമൂവ് ചെയ്യാണ്ട് പിറ്റ് ലൈൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ്. കണ്ടോ അവിടെ കണ്ടോ പഴയ സ്റ്റേഷൻ ബിൽഡിങ്സാണ്. ഇത് പൊളിച്ച് മാറ്റാണ്ട് ഇതിന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷൻ പഴയ സ്റ്റേഷൻ ഓഫീസാണിത്. ആ മുകളിൽ പാലത്തിന് മുകളിൽ കൂടെ വരുന്ന വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറാണ്. അവനിവിടെ വെച്ചാണ് മെയിൻ ലൈനിനെ ക്രോസ് ചെയ്യുന്നത്. അതിൽ ഒരു സെറ്റിൻ്റെ പാലം പണി കഴിഞ്ഞു, മറ്റേ പാലം ഇവിടെ കഴിഞ്ഞില്ല. പണി നടക്കുന്നുള്ളൂ. കടമ്പുളി കോച്ചിങ് ഡിപ്പോനെ ബാക്കിയാണ്. ഇതങ്ങനെ പണി കഴിച്ചിട്ട് കുറേ കാലമായി കമ്മീഷൻ ചെയ്യാൻ അങ്ങനെ കിടക്കുകയാണ്. ഇവിടേക്ക് ഇനിയും പണി കുറേ ബാക്കിയാണ് കേട്ടോ WDFCയിൽ. എന്നാലും കുറേ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ. മൊത്തത്തിൽ OHയുടെ വർക്ക് ബാക്കിയുണ്ട്. ഈ ഓവർ ഹെഡ് ട്രാക്ഷൻ വർക്ക് തീർക്കാണ്ട് ഇവർ എങ്ങനെയാണോ കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടം വരെ നല്ല പൊക്കത്തിൽ DFC ലൈൻ വരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങി പോകും. ഒരു എക്സിസ്റ്റിംഗ് റോഡ് പാലത്തിൻ്റെയും അതുപോലെ സ്റ്റേഷൻ്റെ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം കവറിൻ്റെയും അടി കൂടെ പോകാനുള്ളത് കൊണ്ട് അവർ കുറച്ച് മുന്നോട്ട് പോയിട്ട് അങ്ങ് അടിയിലോട്ടാണ് താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടോ? ഇവിടെ മൂലം DFC ലൈൻ താഴോട്ടാണ്.
വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ വെള്ളം മുങ്ങുമ്പോൾ ആ പാലത്തിനടി കൂടെ പാസ്സാണ്. ഇവിടെ ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട്. ഇത് പൻവേലിലോട്ട് കയറി പോരുന്ന ലോക്കൽ ട്രെയിനാണ്. ഇത് ഹാർബർ ലൈന്. ഈ ഹാർബർ ലൈന് മെയിൻ ലൈനുമായിട്ട് എവിടെയും ബന്ധമില്ല കേട്ടോ. ഇത് ഹാർബർ ലൈനിലുള്ള ട്രെയിനിന് മെയിൻ ലൈനോട്ട് കയറാൻ വഴിയൊന്നുമില്ല, എവിടെയും കണക്ഷൻ ഇല്ല. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ? പതിവ് പോലെ 7ലേക്കാണോ അതോ ഒരു വെറൈറ്റിക്ക് 5ലേക്കാണോ? 5അല്ല, 6ലേക്കാണോ എന്നൊരു സംശയം. നമ്മൾ കുറേ കാലമായിട്ട് 7 സ്ഥിരം വരുന്നത്, ഇന്ന് 6ലേക്കാണ്. സഹാരൻപൂരിൻ്റെ 60241 ആണെന്ന് ചിലപ്പോൾ. നമ്മളങ്ങനെ പൻവേലിലേക്ക് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടെർമിനൽ സ്റ്റേഷൻ്റെ റൂഫിങ് ചെയ്ത് തുടങ്ങിയവർ. ഇതിപ്പോൾ എന്ത് പറ്റി റെയിൽവേസിന്? പണിയൊന്ന് സ്പീഡ് പിടിച്ചല്ലോ. അങ്ങനെ നമ്മൾ പൻവേലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പുറത്തുള്ള പുതിയ ടെർമിനൽ ബിൽഡിങ്ങിന് റൂഫിൻ്റെ വർക്ക് നല്ല സ്പീഡിൽ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ആൾക്കാർക്ക് ഇത് പണിയുന്നുണ്ട്. എന്തോ പറ്റി റെയിൽവേസിന്. ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് കേട്ടോ. RIC കൺഫേം ആണ്, ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല. കാര്യം ഒരെണ്ണം പോലും നോട്ടാവുന്നില്ല. 4:57 നമ്മൾ പൻവേലിലെത്തി. വണ്ടി ലേറ്റാണെന്ന് തോന്നിയപ്പോൾ. പുറകിൽ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിനുള്ള ആൾക്കാരാണ് തോന്നുന്നു, ട്രിവാൻഡ്രം നോർത്ത് സൂപ്പർ ഫാസ്റ്റിന്. ഈ വണ്ടി കൊണ്ട് ആരും ബോധർ ചെയ്തില്ല ഈ വണ്ടിയെ. നമ്മളങ്ങനെ പൻവേലിലെത്തിയിരിക്കുകയാണ്. പൻവേലിൽ കിട്ടുന്ന ഈ സമോസയ്ക്ക് മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. പണ്ട് 10 രൂപയ്ക്ക് 3ആയിരുന്നു, ഇപ്പോൾ 20 രൂപയ്ക്ക് 2 പക്ഷേ 20 രൂപയുള്ളൂ 2 വീണ്ടും നമ്മൾ പൻവേലിൽ നെക്സ്റ്റ് പുറപ്പെട്ടു. പൻവേൽ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങുന്നു. അങ്ങനെ പൻവേൽ സ്റ്റേഷൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. എന്നിലെ റെയിൽ ഫാനെ ഉണർത്തിയ സ്ഥലമാണ് പൻവേൽ. അങ്ങനെ പൻവേൽ സ്റ്റേഷനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ DFCയുടെ വർക്കിന് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. DFCയുടെ ട്രാക്ക് ലൈൻ സ്പീഡിൽ നടക്കുന്നുണ്ട്. ടാമ്പിംഗ് ആണ് നടക്കുന്നത്. ഭൂസാവിന് 2-8 എടുക്കുന്നത് സ്പെയർ ലോക്കോ. നമ്മൾ റോഹ ലൈനിലൂടെ പ്രവേശിക്കണം. അങ്ങേ അറ്റത് റൈറ്റ് സൈഡിൽ പാലം കരുക്കുന്ന ലൈനാണ് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോർ. പൻവേൽ കർജത്തിൻ്റെ ഒറിജിനൽ മെയിൻ ലൈൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അത് നമ്മുടെ ഇൻകമിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സബർബൻ കോറിഡോറിൻ്റെ ലൈനാണ്. അതിന് നടുക്കലത്തെ പാലം നമ്മുടെ ഈ
നമ്മുടെ തൊട്ട് റൈറ്റിൽ 2 എണ്ണം കഴിഞ്ഞിട്ടുള്ള പാലം DFCയുടെയാണ്. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ് അത്. ടാറ്റ പ്രോജക്ട്സിന് ഇത്രയും റെയിൽ റിലേറ്റഡ് വണ്ടികളൊക്കെ ഉണ്ടല്ലേ. ആ മുകളിൽ കൂടെ പോകുന്ന പാലം ഈ താഴെ കൂടെ നമ്മുടെ അടുത്ത് കൂടെ റൈറ്റോട് തിരിഞ്ഞ് പോകുന്നതാണ് JNPTയിലോട്ട് പോകുന്ന മെയിൻ ലൈന്. ബാക്കി സബർബൻ കോറിഡോറിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സബർബൻ കോറിഡോറിൽ നമ്മുടെ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ഇത് വരും, പൂപ്പണക്കാട് പാലം വരും. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പുള്ളി പുഷ് ചെയ്തിട്ടില്ല. പൻവേലത്തെ എനിക്ക് ഇരിപ്പുറക്കില്ല. പൻവേലത്തെ എനിക്ക് പുറത്ത് വന്നതൊക്കെ ഒന്ന് കാണണം. ഹാപ്റ്റ സ്റ്റേഷനായിരുന്നു. ഇവിടെ മുതൽ മറ്റേ അപ്പ് ലൈൻ വേറെ അലൈൻമെൻറ്റ് പോയി. നല്ല സ്പീഡുണ്ട്, നമുക്ക് നല്ല ഓസിലേഷൻ. ഇതാണ് ഈ റൂട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഡൗൺ ലൈനിൽ 2 ടണൽസ് ഉണ്ട്. അപ്പ് ലൈൻ ഒരു ടണലേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടണൽ പാസ് ചെയ്തു, ഇതാ പോകണം അപ്പ് ലൈൻ. അപ്പ് ലൈനിൽ മലയെ ചുറ്റിപ്പോവും, നമ്മൾ ടണലിനുള്ളിൽ കൂടെ വരും. ഇതൊക്കെ ഞാൻ രാജധാനി എക്സ്പ്രസ് വീഡിയോയിൽ, നമ്മുടെ ഇൻകമിങ് വീഡിയോയിൽ രാജധാനി എക്സ്പ്രസ് പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും കൂടി ഇപ്പുറത്തെ എൻഡിൽ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിൽ അതേ കാര്യം കാണിക്കുന്നത് മാത്രം. അവിടെ ഒരു തംസപ്പ് ഹില്ല് കണ്ടോ? തംസപ്പിൻ്റെ ലോഗോ പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ തംസപ്പ് ഹില്ല് എന്ന് പറയുന്നത്. നമ്മൾ ജിദ്ദ സ്റ്റേഷനോട് കയറുന്നു. ലൂപ്പ് ലൈൻ സ്കിപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും മെയിൻ ലൈൻ വഴി രാജധാനി അടിച്ച് പുറത്ത് വരുന്നുണ്ട്. ഇവിടെ 3943 മഡ്ഗാവ് സീതാമढ़ी गोवा राजधानी. ഹൈറൈസ് പാൻറ്റോള് രാജധാനി ഷെഡിൻ്റെയാണ് 43957. ഗുജറാത്തിലെ വെസ്റ്റേൺ റെയിൽവേയുടെ മിക്കവാറും എല്ലാ ഇലക്ട്രിക് ലോക്കോസിനും ഒരു ഹൈറൈസ് പാൻറ്റോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാര്യം വെസ്റ്റേൺ റെയിൽവേയുടെ നല്ലൊരു ശതമാനം ഇപ്പോൾ HRPT സെക്ഷനാണ്. ഹൈറൈസിലാണ്ട് അവർക്ക് പറ്റില്ല. ഓപ്പോസിറ്റ് ലൈനിനെ കാണാം. അതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ലൈന്. ട്രെയിൻ സ്റ്റേഷൻ കണ്ടിട്ട് മെനുവാണ്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ.
അത് ദിവയിലേക്കുള്ള മെമോ ആണ്, പെയിൻ ദിവ മെമോ. ഇത് ജിൻഡാൽ JSW സൈഡിങ്ങിലേക്ക് പോകുന്നുണ്ട്. ആ സൈഡിങ് വഴി ട്രെയിൻ പോകുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. സൂര്യൻ്റെ അവിടെ അസ്തമിച്ചു, മലകൾക്ക് പുറകിലേക്ക് പോയി, കാണാൻ സിന്ധുദുർഗ് എക്സ്പ്രസ് ആണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം. അപ്പ് ലൈൻ അപ്പായിട്ട് പോകുന്നുണ്ട് മുകളിൽ കൂടെ. അപ്പ് ലൈൻ്റെ അവിടെ നല്ല ഇപ്പുറത്ത് കൂടെ പോകുന്നത്. നമ്മൾ കുറച്ച് താഴെ നമ്മളൊരു ടണലിലോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേയിലെ അവസാനത്തെ സ്റ്റേഷനായ റോഹയിലേക്ക് എത്തണം. ലക്നൗ റോഹ. റൺ ത്രൂനാണ്, സിഗ്നൽ പച്ചയാണ്. സംഭവം വിട്ടു. ചെയിൻ വലിച്ച് ഇത്രയും പെടുന്നത് ഇത് ചെയ്തോ? ചെയിൻ വലിച്ചല്ലാന്ന് തോന്നുന്നു, വേറെ എന്തെങ്കിലുമായിരിക്കും. കാരണം ചെയിൻ വലിച്ചതിൻ്റെ സൗണ്ട് കേട്ടില്ല. അപ്പോൾ അങ്ങനെ സെൻട്രൽ റെയിൽവേയിൽ അവസാനത്തെ സ്റ്റേഷനായ റോഹെ കഴിഞ്ഞു. അല്പം മുമ്പിലായിട്ട് നമ്മൾ കൊങ്കൺ റെയിൽവേയിലേക്ക് വരും. നമ്മൾ നാളെ നേരം വെളുക്കുന്ന വരെ കൊങ്കൺ റെയിൽവേയിലായിരിക്കും. RAC ക്ലിയർ ആവാത്തതുകൊണ്ട് മിക്കവാറും രാത്രിയുള്ള സ്റ്റേഷനൊക്കെ കാണിക്കും. ഇതുവല്ലായിരിക്കും കാരണം. ഇവിടെ ഒരു പശു പോലെ നടക്കുന്നുണ്ടോ? ഇതുവല്ലായിരിക്കും ചിലപ്പോൾ കാരണം. ഇതെല്ലാം കണ്ടപ്പോൾ ബ്രേക്ക് പിടിച്ചായിരിക്കും. കേരളോട് വരുമ്പോൾ മൊത്തത്തിലൊന്ന് റൈഡ് ക്വാളിറ്റി മാറിയിട്ടുണ്ട് കേട്ടോ. തമ്പുരാനെ RAC ക്ലിയർ ആയിട്ടില്ല. ഇന്ന് രാത്രി ശിവരാത്രിയാണ്.
സ്കിപ്പാണെന്ന് തോന്നുന്നു. ഇതാണ് കോലാട് സ്റ്റേഷൻ, കൊങ്കൺ റെയിൽവേയുടെ ഫസ്റ്റ് സ്റ്റേഷൻ. ദിവാൻ ഘാട്ടി സ്റ്റേഷനിൽ ക്രോസിംഗ് നിർത്തിയിരിക്കുകയാണ്. രാത്രി നമ്മുടെ പകൽ വെളിച്ചം വിഷ്വൽസൊക്കെ തീർന്നു. കാരണം വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരിക്കണം അത്. നമ്മളെ കാത്തു നിർത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി വരുന്നു. ഇത് മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അത്രേ ഉള്ളൂ. പാൻട്രിക്കാരൻ ഫ്രഷ് ആയിട്ട് ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് മേടിച്ചു. അടിപൊളിയാണ്. അവിടെ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് അങ്ങ് പോകണം. ചൂടായിട്ട് വേണമെങ്കിൽ ചപ്പാത്തി തന്നു. അപ്പോൾ അത് കഴിച്ചേക്കാന്ന്. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നാലും വ്യത്യസ്തമായിട്ട് ഇവിടെ ഡ്രൈ ആലു സബ്ജിയാണ്. പിന്നെ പനീറിൻ്റെ കറി അങ്ങനെ തന്നെയുണ്ട്. ദാളുണ്ട്. ഇത് കേസരിയുടെ കഷ്ണമാണ് അവർ ഇതായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ക്രോസിങ്ങിൻ്റെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ക്രോസിങ് അങ്ങനെ പിടിക്കപ്പെട്ടെ. ഞാനിത് കഴിക്കട്ടെ. നമ്മൾ ആഞ്ജണി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ് ക്രോസിങ്ങിന്. മഡ്ഗാവ് മുംബൈ CSMT ജനശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയായിരുന്നു. ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഡോറിലേക്ക് വന്നപ്പോൾ നമ്മൾ ക്രോസിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ക്രോസിങ് കഴിഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ രത്നഗിരിയിലെത്തി കേട്ടോ. സമയം 9:54. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിരുന്നു ഇടയ്ക്ക്. അതിന് കുറച്ച് നേരം ഇരുന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹ RSC-കാരൻ വന്നിട്ട് പറഞ്ഞു, പുള്ളിക്കാരൻ അപ്പുറത്ത് കൊച്ചിൽ കിടക്കാൻ സ്ഥലമുണ്ട്, നിങ്ങൾ സുഖമായിട്ട് കിടന്നോ, എൻ്റെ ലഗേജ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ എന്താ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയേക്കാന്ന് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനിടയ്ക്കാണ് വണ്ടി രത്നഗിരി എത്തിയത്. അപ്പോൾ വണ്ടി വിടാൻ കുറച്ചും കൂടെ എടുക്കുന്ന ഇവിടുത്തെ വെണ്ടർമാർ പറഞ്ഞു ക്രോസിംഗ് ഉണ്ട്. ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ 2211 തിരുവനന്തപുരം നോർത്ത് ലോക്മാന്യ തിലക് ടർമിനൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നിവാസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ ഇനി വന്ന് കയറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ 2211 വരാനുള്ള യാത്രക്കാർ വെയിറ്റിംഗ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ. വണ്ടി നിവാസ് റൂട്ടിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇവിടെ എത്തേണ്ട സമയം ആയിട്ടുണ്ട്. ഡബിൾ 2214 കയറി വരുന്നുണ്ട്. കണ്ടിട്ട് വാപ്പ് 7 ആണ്. അതിശയമാണ്. കാരണം ഈ വണ്ടിക്കൊക്കെ സ്ഥിരം എന്താ പറയുന്നത് വാപ്പ് 4 കിട്ടുന്നതാണ്. LH ബ്രേക്കൊക്കെ തന്നെയാണ്. ആ സമയത്ത് വരുന്നു എന്നുള്ളത് എനിക്കൊരു അതിശയമാണ്. ഞാൻ ട്രാവൽ ചെയ്തപ്പോഴത് ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അത് ഹെവിലി ഡിലേഡാണ് പതിവ്. ഇന്നും വലിയ ഡിലേലാണ്ട് കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. വാപ്പ് 7 39455 കല്യാൺ ഷെഡിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഒന്നും വലിയ ആളില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രത്നഗിരിയിൽ നിന്ന് പുറപ്പെടാനുള്ള സിഗ്നലായി. പത്ത് 7 നമ്മൾ രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടു. കാണാൻ പറ്റുന്നുണ്ടോ അറിയുന്നില്ല. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിംഗ് അവിടെ ആയിട്ടാണ് തോന്നുന്നത്. ആ മുകളിൽ വെളിച്ചം കാണുന്നില്ല, അതാണ് തോന്നുന്നു സ്റ്റേഷൻ ബിൽഡിങ്.
लोकमान्य टिळक टर्मिनस सुपरफास्ट एक्सप्रेस पुढारला प्लॅटफॉर्म क्रमांक 2 सुटेल. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പറ്റും. നാക്കിപ്പോഴേ കുഴയുന്നു, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങും. നമ്മളിനി ഉണരുകയാണെന്നുണ്ടെങ്കിൽ മഡ്ഗാവ് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നേരെ നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ രത്നഗിരി കഴിഞ്ഞു. എല്ലാവർക്കും ശുഭരാത്രി. Ladies and gentlemen, boys and girls, good morning. നമ്മൾ ജോക്കട്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ നേരം വെളുക്കുമ്പോഴേക്കും ഉണരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഒരു ചായക്കാരൻ പോലും വന്നില്ല. ചായക്കാരൻ സൗണ്ട് വരെ ഉണർന്നേനെ, അതുകൊണ്ടായില്ല. നമ്മൾ ജോക്കട്ട് എത്തി. നമ്മൾ സദൺ റെയിൽവേയിലൂടെ നമ്മൾ കയറി കഴിഞ്ഞു. കോമൺ റെയിലിൽ മൊത്തം എടുത്ത് സദൺ റെയിലിലൂടെ കയറി കഴിഞ്ഞു. നല്ല സൂപ്പറായിട്ട് ഉറങ്ങി പറഞ്ഞാൽ സൂപ്പറായിട്ട് ഉറങ്ങി. ആ ബർത്ത് തന്ന അയാൾക്ക് മില്യൺ താങ്ക്സ്. ഗുരുപുര നദി. എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ പതുക്കെ പോയിട്ട് എക്സ്റ്റേണൽ മൈക്ക് വെച്ചിട്ട് തിരിച്ച് റോഡിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷനിലോട്ട് കയറുകയാണ്. അത്യാവശ്യം ബിഫോർ ടൈമാണ്, ഒരുപാട് നേരത്തെ അല്ല കേട്ടോ, ചെറുതായിട്ട് ബിഫോർ ടൈമാണ്, അത്രേ ഉള്ളൂ. പതിവ് പോലെ പ്ലാറ്റ്ഫോം 3ലേക്ക് തന്നെ പോയി കയറുന്നത്. കഴിഞ്ഞ വെച്ചാൽ ഓർമ്മയുണ്ട്, നമ്മൾ ദുരന്തോനൊക്കെ വന്നപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 2ലായിരുന്നു പോയി കയറിയത്. കാരണം ദുരന്തം ഒരുപാട് നേരത്തെ ആയിരുന്നു. ഇന്ന് നമ്മൾ അത്ര നേരത്തെ അല്ല. നമുക്കിവിടെ 7:35 ടൈം, ഇപ്പോൾ സമയം 7:25 ആയിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റ് നമ്മുടെ കിടക്കുന്നുണ്ടേ ഉള്ളൂ. ഈ സമയത്ത് വേറെ വണ്ടിയൊന്നും പാസ് ചെയ്യണ്ടാവില്ലായിരിക്കും. മത്സ്യഗന്ധ മോസ്റ്റ്ലി പോയിട്ടുണ്ടാവും ഫ്രണ്ടിൽ. മത്സ്യഗന്ധ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് എൻ്റെ അറിവില്ല, നമ്മൾ പോയിട്ടുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് ബാംഗ്ലൂർ കണ്ണൂരാണ്. ആ മലയാളി അനൗൺസ്മെന്റ് TVCN MA ചെയിൻ സ്പെഷ്യൽ. TVCN MA ചെയിൻ സ്പെഷ്യൽ ഇത് അന്ത്യോദയ സ്പെഷ്യൽ ആണെന്നുള്ളത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേക്കാം നമുക്ക്. ഇന്നലെ ട്രെയിനിൽ നിന്നല്ല മേടിച്ചത്, പിന്നെ ഇവിടുന്ന് മേടിച്ചേക്കാം. ആ കിടക്കുന്നത് അന്ത്യോദയ സ്പെഷ്യലാണ്. ആ അന്ത്യോദയ സ്പെഷ്യൽ ആ ഒരൊറ്റ കോച്ചുള്ളൂ, അന്ത്യോദയ ലിവറി. ബാക്കി എല്ലാം 2 കോച്ച്. അപ്പം മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, 4 ഇഡ്ഡലിയുണ്ട്. അപ്പം ഞാനങ്ങനെ ഇഡ്ഡലി അല്ല വിസ്തരിച്ച് ആസ്വദിച്ച് കഴിച്ചപ്പോഴേക്കും വണ്ടി മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. കൃത്യസമയത്തല്ല, എനിക്കൊരു 1-2 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു പുറപ്പെട്ടത്.
നല്ല ഇഡ്ഡലിയായിരുന്നു, നല്ല സാമ്പാറായിരുന്നു, നല്ല വടയായിരുന്നു. വടയ്ക്കൊരു 1.5 വടയുടെ വലിപ്പമുണ്ടായിരുന്നു. ഇഡ്ഡലി തീരെ ചെറുതായിരുന്നു, 4 ചെറിയ ഇഡ്ഡലിയായിരുന്നു, പക്ഷേ നല്ല ഇഡ്ഡലിയായിരുന്നു. അതിൻ്റെ കൂടെ ചട്നിയും കൊള്ളാമായിരുന്നു, വെള്ളം കൂടുതലായിരുന്നു, പക്ഷേ അതിന് സ്വാദുണ്ടായിരുന്നു. അപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രലിലോട്ട് പോകുന്ന ലൈനിൽ തിരിഞ്ഞു പോയി നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ നേത്രാവതി പാലം കടക്കും. ഈ അണ്ടർപാസിന് പണി കഴിഞ്ഞില്ല, ഇവിടെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷനാണ്, ആ സ്പീഡ് റെസ്ട്രിക്ഷൻ മാറി. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നേത്രാവതി ക്യാബിൻ. അപ്പുറത്തുള്ള 2 ലൈനുകളാണ് മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്ന ലൈനുകൾ. നമ്മളിപ്പോൾ നേത്രാവതി പാലം കിടക്കാൻ പോകുന്നു. ഇവിടെ നിന്നാണ് സ്പീഡ് റെസ്ട്രിക്ഷൻ. മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ടാവും. ഇവിടെ ഒരു പാർക്ക് പോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാംഗ്ലൂരു സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് എഴുതിയിട്ടുണ്ട്. നല്ലതാണ്, റിവർ ഫ്രണ്ട് പാർക്ക്. നേത്രാവതി പുഴ കടന്നു. നമ്മൾ കേരളത്തിലോട്ട് കയറാൻ പോവാണ്. കർണാടക കേരള ബോർഡർ തലപ്പാടി നദി എത്താറായി. തലപ്പാടി നദി കടക്കുന്നതോടുകൂടി നമ്മൾ കേരളത്തിലോട്ട് കയറും. ഇതാണ് ബോർഡർ. ഇത് തൊട്ടപ്പുറത്ത് കേരളം എന്നുള്ള മാർക്കിംഗ്. അപ്പോൾ നമ്മളങ്ങനെ കേരളത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ചെറുവത്തൂർ കണ്ണൂർ പാസഞ്ചർ, ചെറുവത്തൂർ മാംഗ്ലൂർ പാസഞ്ചർ. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷനായ മഞ്ചേശ്വരമാണ്. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇന്ന് രാത്രി തന്നെ കേരളത്തിലെ അവസാനത്തെ ഇന്ന് പാറശാല പാസ് ചെയ്യും. നമ്മളങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഏറനാട് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഈ ഏറനാട് മുന്നിൽ പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഇനി നിന്ന് പോകേണ്ടി വരും. ഏറനാടിൻ്റെ അറിവ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്ന് പറ്റിയില്ല. നമ്മളിവിടെ കടലിനോട് വളരെ അടുത്താണ് കണ്ടതാ. ഇത്രയേ ഉള്ളൂ കടലിലോട്ടുള്ള ദൂരം. ഇത്രയും ദൂരം പോയി കടലായി. വളരെ അടുത്താണ് കടലുമായിട്ട്. കുമ്പള നദി കിടക്കുന്നതോടുകൂടി നമ്മൾ കുമ്പള സ്റ്റേഷനിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നു കുമ്പള സ്റ്റേഷൻ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് നടക്കാൻ സാധ്യതയുണ്ട്.
നമ്മളങ്ങനെ കാസർഗോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഇങ്ങോട്ട് പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇങ്ങോട്ട് പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ്. അപ്പോൾ എല്ലാവർക്കും കാസർഗോഡ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. ആ ചുമരിനോട് ചേർന്ന് ബെഞ്ച് വാർത്തിട്ടിരിക്കുന്നുണ്ട്. നല്ല ഐഡിയ അതല്ലേ, അടിപൊളി ഐഡിയ ആണ്. വെയിറ്റിംഗ് പ്ലേസിന് ഒരു ഷോർട്ടേജും ഇല്ല ആൾക്കാർക്ക്. ഈ പുതിയ ബിൽഡിംഗ് എന്തിനാണെന്ന് മനസ്സിലായില്ല. അതിന് ബോർഡ് അങ്ങനൊന്നും വെച്ചിട്ടില്ല. ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, നമ്മളുടെ ആക്സസ് ലോക്ക് വെച്ചിട്ടില്ല. അവിടെ ഇനി എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെയും എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡ് സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ സ്വന്തം കാസർഗോഡ് സ്റ്റേഷൻ എൻട്രൻസ്. നമ്മുടെ വന്ദേ ഭാരത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണമാണ്. നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. നമ്മൾ നിർത്തി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായി പച്ചയായി കഴിഞ്ഞു. ആൾക്കാർ ഫുഡ് മേടിക്കാനായി ഇറങ്ങി നടക്കുന്നു. വണ്ടി ഇപ്പോൾ വിടും. വളരെ പേഷ്യൻ്റായിട്ടുള്ള ക്രൂ കേട്ടോ. കാരണം എന്ത് സ്മൂത്തായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. ബട്ടറി സ്മൂത്ത്. ഇവർ ഷൊർണൂർ വരെ ആയിരിക്കും. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് ഏകദേശം തീർന്നു. നമ്മൾ കഴിഞ്ഞ മാസം മറ്റേ വന്ദേ ഭാരത് വരുമ്പോൾ അവിടെ ഒന്നും ആയിട്ടുണ്ടല്ലോ. അവിടെ ബോർഡും വന്നിട്ടുണ്ട് സ്റ്റേഷൻ്റെ. ചന്ദ്രഗിരിപ്പുഴ കടക്കുന്നു. അപ്പോൾ ചന്ദ്രഗിരിപ്പുഴ കടക്കുന്നതോടുകൂടി അറിയാമല്ലോ നമ്മൾ മലയാള നാട്ടിലേക്ക് കയറാണ്. ഇനി അങ്ങോട്ടുള്ള സംസ്കാരം കേരളീയ സംസ്കാരമാണ്. ഇത്രയും നേരം കാസർഗോഡ് ഉണ്ടായിരുന്ന ഒരു ഹൈബ്രിഡ് സംസ്കാരമുണ്ട്. കാര്യം അതൊരു ബോർഡർ ടൗൺ ആയതുകൊണ്ട് തന്നെ ഒരു ഹൈബ്രിഡ് സംസ്കാരമുണ്ട്. കുറേ തുളു, കന്നഡ ഇൻഫ്ലുവൻസ് നല്ലോണം ഉള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ്. നമ്മുടെ യാത്രയിൽ ടണലൊന്നും കാണിക്കാൻ പറ്റിയിരുന്ന സങ്കടം വേണ്ട. തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് ആണ്. നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തുന്നു. നമ്മളിവിടെ ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് നടത്തും മെയിൻ ലൈനിൽ തന്നെ. മറ്റൊന്നും കൊണ്ടല്ല, ഏറനാട് ഫ്രണ്ടിലുണ്ട്. അവൻ നീലേശ്വരം സ്റ്റേഷനോട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ക്ലിയറൻസ് കിട്ടും. അവൻ നീലേശ്വരം സ്റ്റേഷനോട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ക്ലിയറൻസ് കിട്ടും. അവൻ നീലേശ്വരം വിടും. മിക്കവാറും നമ്മൾ ചെറുത്തൂർ വെച്ച് ഓടിക്കുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചർ വരാനുണ്ട്. അങ്ങനെയുള്ള തിരക്കാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. നീലേശ്വരം വഴിയുള്ള റൺ ത്രൂ ആണ്. കൂടെ നമ്മൾ കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചറിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. EDLS-ന് 2218 ആയിരുന്നു ലോക്കോ. ഇവിടെ എല്ലാ പ്രാവശ്യവും പുതിയ പാലമാണ്. അവിടെ എക്സ്ട്രീം റൈറ്റിലുള്ളതാണ് നമ്മൾ പഴയ അലൈൻമെൻറ്റ്. എക്സ്ട്രീം റെയിൽ കാണാം. ഇവിടെ ഒരു പാലം കാണാം, പഴയ പാലം. അതാണ് പഴയ അലൈൻമെൻറ്റ്. ആ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് പുതിയ പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് ചെറുവത്തൂർ സ്റ്റേഷൻ തരാം. ഇവിടെ മിക്കവാറും നമ്മൾ ഏറനാടിന് അങ്ങോട്ടേക്ക്. ഇവിടുന്ന് വിട്ടുപോയി ഏറനാട്.
വല്ലാത്ത ചതിയായി പോയി. അതായത് ഏറനാട് ഇനി പയ്യന്നൂരും വളപട്ടണം ഒക്കെ സ്റ്റോപ്പുണ്ട്. അത് നിർത്തി വരുന്നൊരു ട്രെയിനാണത്. എന്നിട്ട് അതിനെ ആദ്യം കടത്തി വിട്ടിട്ട് നമ്മളെ പിടിച്ചത്. എന്ത് കൺട്രോളിംഗ് ആണോ. നമ്മുടെ വേണ്ടിയാണ് കണ്ണൂർ ആദ്യം എത്തേണ്ടത്, ഏറനാടല്ല. നമ്മളങ്ങനെ ചെറുവത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സിഗ്നൽ മാറാത്ത അൺസ്കെഡ്യൂൾഡ് ഹോൾഡ് ഉറപ്പാണ്. നമ്മളങ്ങനെ ചെറുവത്തൂരിൽ നിന്ന് പുറപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ 16347 ബാംഗ്ലൂർ തിരുവനന്തപുരം ബാംഗ്ലൂർ എക്സ്പ്രസ് വരും. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഞാൻ എൻഡ് ടു എൻഡ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷൊർണൂർ മാംഗ്ലൂർ ട്രിപ്പ് ഞാൻ ചെയ്യണമെന്നിരിക്കുന്ന ട്രെയിനാണ്. ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല അങ്ങോട്ട്. ഈ ട്രെയിൻ ഒരു പ്രാവശ്യം വിത്ത് ഫാമിലി ഞാൻ ഷൊർണൂർ ടു പയ്യന്നൂർ ട്രാവൽ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി അപ്പർ ബർത്തായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണം, കാരണം ഏകദേശം മുഴുവൻ ദൂരം ഞാൻ ഉറങ്ങിപ്പോയി. ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതെൻ്റെ ICF ഓട്ടത്തിനിടയ്ക്കാണ്. അങ്ങനെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ലല്ലഗുഡയുടെ 39261 ആണല്ലോ. അപ്പോൾ ട്രെയിൻ നമ്പർ 16347 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഈ ട്രെയിനിന് ചന്ദ്രഗിരി എക്സ്പ്രസ് എന്ന പേര് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കാലത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്കിതുവരെ കൊടുത്തിട്ടില്ല. തൃക്കരിപ്പൂർ സ്റ്റേഷനാണ്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് സ്റ്റേഷൻ കൂടിയാണ്. കവായി നദി കടന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കയറി. നമുക്കത് ഏറനാട് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓവർടേക്ക് പോസിബിളേ അല്ല. ഇനിയിപ്പോൾ ഓവർടേക്ക് വേണ്ടി കണ്ണൂർ സൗത്ത് നിൽക്കണം. അപ്പോൾ നമ്മളങ്ങനെ പാപ്പിനിശ്ശേരി എത്തി. പാപ്പിനിശ്ശേരി സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ട് വളപട്ടണം പുഴ, അത് കഴിഞ്ഞാണ് വളപട്ടണം സ്റ്റേഷൻ. ഈ ഒരു സ്ട്രെച്ച് ഞാൻ കണ്ടിന്യൂസ്ലി അൺകട്ടായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ളത്. വളപട്ടണം പുഴ കഴിഞ്ഞു. വളപട്ടണം പുഴ കഴിഞ്ഞാണ് വളപട്ടണം സ്റ്റേഷനാണ്. പാപ്പിനിശ്ശേരി ടു വളപട്ടണം 1 കിലോമീറ്ററാണ്. പാപ്പിനിശ്ശേരി സ്റ്റേഷൻ, വളപട്ടണം പുഴ, വളപട്ടണം സ്റ്റേഷൻ 1 കിലോമീറ്ററാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ചെന്നൈ മാംഗ്ലൂർ മെയിൽ എക്സ്പെക്റ്റഡ് ആണ്. ഈ ട്രെയിൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ LHB ആവുകയാണ്. എന്ന ലോക്കോ. ഫെബ്രുവരി മാസം വരെ LHB ആണ്. LHB ആയിട്ട് നമുക്കൊരു എൻഡ് ടു എൻഡ് റൈഡ് ചെയ്യാനൊക്കെ.
പതിവില്ലാണ്ട് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 1-ലാണ് എടുത്തിരിക്കുന്നത്. 3955 കൃഷ്ണരാജപുരം. പക്ഷേ പുത്തൻ ലോക്കം ഒന്നും കണ്ടിട്ട് നോൺ ഹൈ റൈസ് പാൻറ്റാണ്, സാധാരണ പാൻറ്റാണ്. കണ്ണൂർ എത്തിയിരിക്കുന്നു. കാണുന്ന തിരക്ക് നമുക്കുള്ളതല്ല കേട്ടോ, തിരക്ക് മൊത്തം പുറകെ തന്നെ എറണാകുളമുള്ളതാണ്. കണ്ണൂർ ഇറങ്ങി ഒരു കുപ്പി വെള്ളം മേടിച്ചേക്കാന്ന് വെച്ചാൽ വെള്ളമില്ലായിരുന്നു. ഇതിനകത്ത് ഏതോ കേട്ടുകഴിവില്ലാത്തൊരു ബ്രാൻഡും അതിന് അവന്മാർ 20 രൂപ പിടിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കണ്ണൂരെത്തി. ഇനിയിപ്പോൾ ഇതൊന്ന് സീറ്റിൽ കൊണ്ടേ വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ സന്ധ്യ കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം എത്താൻ കേട്ടോ. പുറകെ വരുന്ന എറണാകുളമാണെങ്കിൽ രാത്രി വരാം. രണ്ട് ആലപ്പുഴ കഴിഞ്ഞു, പക്ഷേ ഇതിന് തീരെ സ്റ്റോപ്പില്ല. പിന്നെ ഇനിയിപ്പോൾ കോഴിക്കോട് നമുക്ക് സ്റ്റോപ്പുള്ളത്. കോഴിക്കോട് കഴിഞ്ഞപ്പോൾ നേരെ ഷൊർണൂരാണ്. ഈ 6527 സാധാരണ രീതിയിൽ ഈ പ്ലാറ്റ്ഫോം കൊണ്ടൊന്നും കയറ്റാറില്ല. ഞാൻ 2-ലാണ് നിർത്താറ്. എന്തോ വണ്ടി കൊണ്ട് കയറ്റാറ്. അപ്പുറത്തുള്ളത് RCF മെമ്മോ ആണ്. പക്ഷെ ഇത് 16 കാർ അല്ലേ? പ്ലാറ്റ്ഫോം മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ. ധർമ്മടത്തിൽ ഈ പറഞ്ഞ പുതിയ പാലം വന്നത് കുറച്ചായി. റൈറ്റ് സൈഡിലാണ് പഴയ പാലം കാണാൻ. പഴയ പാലം വരുന്നൊരു ഡീകമ്മീഷൻ ഇല്ല. കൂടക്കടവ് പാലമാണ്. ധർമ്മടം സ്റ്റേഷനിലെ പുതിയ പ്ലാറ്റ്ഫോമാണ്. അടിപൊളിയായിട്ട് ഇതൊക്കെ പണ്ട് ലോ ലെവൽ, അതായത് തറ ലെവൽ പ്ലാറ്റ്ഫോമായിരുന്നു. ഹൈ ലെവൽ പ്ലാറ്റ്ഫോമായിരുന്നു. അത് മാറ്റി പൊക്കമുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ സത്യമാണ് ബേസിക് അമ്യൂണിറ്റീസാണ്. ഇതൊക്കെ റെയിൽവേ കാലങ്ങൾക്ക് മുമ്പേ പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു പുതിയ പാലം വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അതിനോട് ലാൻഡ് ലെവലിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് പുതിയ പാലം. ഇതിനിപ്പോൾ കമ്മീഷൻ അധികം കാലം ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്ന് കമ്മീഷൻ വരും. നമ്മൾ ജസ്റ്റ് തലശ്ശേരി സ്റ്റേഷൻ വഴി റൺ ത്രൂ ആണ്. നമ്മുടെ എറണാകുളം പുനെ സൂപ്പർ ഫാസ്റ്റിനോട് കയറി വരുന്നുണ്ട്. പിന്നെ VAP 7 ആണ്. പുനെ ഷിറ്റിൻ്റെ 30734. ഇതാണ് എറണാകുളം പുനെ സൂപ്പർ ഫാസ്റ്റ് പൻവേൽ വഴി പോകുന്ന ട്രെയിനാണ്. ഞാൻ വീണ്ടും പറയുന്നില്ല, പക്ഷേ എനിക്ക് യാത്ര ആഗ്രഹമുള്ള ട്രെയിനാണ്. ഇതാണ് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് സ്റ്റേഷൻ. അവിടെയായിട്ട് കാണുന്നതാണ് ജഗന്നാഥ ടെമ്പിൾ. അതാണ് ജഗന്നാഥ ടെമ്പിൾ. ശ്രീ നാരായണ ഗുരു നേരിട്ട് സ്ഥാപിച്ച ടെമ്പിളാണത്. അങ്ങനെ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വിട പറഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ മയ്യഴിപ്പുഴയായിരുന്നു ഇത്. മാഹി സ്റ്റേഷനാണ്.
വാക്കൊരു മാറ്റിയിട്ടോ IIT എന്നുള്ളത്. വടകര എത്തി. വടകര ഇവിടെ ഇപ്പോൾ നമ്മുടെ റോക്കറ്റ് വരാനുണ്ട്, മലബാർ റോക്കറ്റ്. റോക്കറ്റല്ല, ഗതിമാൻ, മലബാർ ഗതിമാൻ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് വരാനുണ്ട്. അതാണ് മലബാർ ഗതിമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ്. കൊയിലാണ്ടി സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ 16609 തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ഇവിടെ വരാനായിട്ടുണ്ട്. നല്ല തിരക്കാണ് കണ്ടത്. ആ 16609 തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിനെ അവർ ഏലത്തൂർ പിടിച്ചിട്ടിരിക്കുകയാണ്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി തന്നെ ഓവർടേക്ക് ചെയ്യുക ഏലത്തൂർ വെച്ച്. സാധാരണ ഞാൻ ആ ഓവർടേക്ക് വടകരയിലാണ് കണ്ടിട്ടുള്ളത്. വടകരയെ വെച്ച് ഓവർടേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഏലത്തൂരിനായിട്ട് ഓവർടേക്ക്. ഏലത്തൂർ സ്റ്റേഷൻ എത്തണം. ഇപ്പോൾ കോരപ്പുഴ പാലമാണ്. ബസ് ഫാൻസിന് വേണ്ടി ഇതായിരുന്നു കോരപ്പുഴ. ഇത് കഴിഞ്ഞ് വന്ന ഏലത്തൂർ സ്റ്റേഷനാണ്. പാസഞ്ചർ ഇവിടെ കിടക്കണം. പക്ഷേ അപ്പുറത്തെ സൈഡിലായിരുന്നു ട്രെയിൻ. മിസ്സായി. അപ്പുറത്തെ സൈഡ് ഡോർ ഓക്കുപ്പൈഡാണ്. അതിന് നോർത്തില്ല, അപ്പുറത്തെ സൈഡിലാണ് ലൂപ്പ് ലൈൻ ഉള്ളത്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിലെത്തി. അടുത്തത് കോഴിക്കോടാണ്. സ്റ്റേഷനെത്തി. നമ്മുടെ മുന്നേ പോയ ലിങ്ക്, അതായത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കോഴിക്കോട് സ്റ്റേഷൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ വേറെ ട്രെയിൻ നോക്കുമ്പോൾ. അപ്പോൾ അവൻ ഇറങ്ങിയാൽ ആ പ്ലാറ്റ്ഫോം കാലിയായാലും നമുക്ക് കോഴിക്കോടേക്ക് കയറാം. അപ്പം മിക്കവാറും നമ്മളെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:55, 10:54 കോഴിക്കോടേക്ക് കയറിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആദ്യം താമസിച്ചത് ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ ബിരിയാണിയും അതുപോലെ വെള്ളയപ്പം നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. ഇനിയിപ്പോൾ നമ്മൾ അധികം താമസിച്ചാൽ നമ്മുടെ കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അതുകൂടാതെ 16160 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഫറൂഖ് ഓവർടേക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ആ വണ്ടി നമ്മുടെ പുറകെയാണ് ഷൊർണൂർ എത്തേണ്ടത്. 10 മിനിറ്റിന് വ്യത്യാസം വരാണ്ട് നമ്മൾ ഒരു ഓവർടേക്ക് നടത്തുന്നത് എനിക്ക് തോന്നുന്നത്.
ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു പഴംപൊരി മേടിച്ച് കഴിച്ചു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശം പഴംപൊരി ഞാൻ കഴിച്ചിട്ടില്ല. 15 രൂപയാണ് ഒരു പഴംപൊരിക്ക് അവരെടുത്തത്. അതാണെങ്കിൽ പഴം പഴുത്തിട്ടുമില്ല, പഴുക്കാത്ത പഴമായിരുന്നു. അയ്യോ, മൈദയിലിട്ട് മുക്കി പൊരിച്ചൊരു കായ ബജ്ജി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ. മോശം സാധനം ഞാൻ കോഴിക്കോട് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കോഴിക്കോട് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മളിറങ്ങുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനായ ഷൊർണൂരാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് എറണാകുളം വരെ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഷൊർണൂർ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൂപ്പിൽ നിന്ന് ക്ലിയർ ആയി എന്ന് പറഞ്ഞ് ഗാർഡ് അവിടെ നിന്ന് പൊടി വീശുന്നുണ്ട്. നമ്മളത് കല്ലായി പുഴ കിടക്കുന്നു, കല്ലായി പാലം കിടക്കുന്നു. എൻ്റെ ഒരു കണക്ക് വെച്ച് നമ്മൾ ഫറൂഖ് എത്തുന്നതിന് മുമ്പ് വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യണം. പിന്നെ 16160 ഫറൂഖിൽ നിൽക്കുന്നുണ്ടെന്നാണ് വേറസ്മേ ട്രെയിൻ പറയുന്നത്. പിന്നെ ആ ഓവർടേക്ക് ക്യാപ്ചർ ചെയ്യാണ്ട്. വന്ദേ ഭാരത് ഫറൂഖ് കഴിഞ്ഞു. 16160 ഫറൂഖ് കിടക്കുന്നുണ്ട്. നമുക്ക് വന്ദേ ഭാരതിൻ്റെ ക്രോസിംഗ് ക്യാപ്ചർ ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് കിടക്കും. അപ്പോൾ ആ കാണുന്ന കല്ലായി സ്റ്റേഷൻ. വന്ദേ ഭാരതിനോട് സിഗ്നലും കൊടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോമിനോട് വേറെ. മിക്ക ഇൻഡിക്കേറ്റർ പ്ലാറ്റ്ഫോം 4ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ടുവേർഡ്സ് കാസർഗോഡ് പോകുമ്പോൾ 4-ലും ടുവേർഡ്സ് തിരുവനന്തപുരം പോകുമ്പോൾ 3-ലുമാണ് വരുന്നത് കോഴിക്കോട് സ്ഥിരമായിട്ട്. ഇവിടെ വലിയ ഗുഡ് ഷെഡിൻ്റെ ആണെന്ന് തോന്നുന്നു. വലിയ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടോ. ഇതൊന്ന് വലിയ ഗുഡ് ഷെഡ് പണിയാൻ തോന്നുന്നു. റെയിൽവേസിന് സ്വന്തമാണോ ഔട്ട്സോഴ്സ് ചെയ്തോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏത് സമയവും നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഒന്ന് കടന്നു പോകും. ഇവിടെയൊക്കെ വലിയ സ്ട്രക്ചർ പണിതിട്ടുണ്ട് ഗുഡ് ഷെഡിന് വേണ്ടി. വരുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത്, ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ 20 കാർ വന്ദേ ഭാരത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. ചേട്ടന് സ്പീഡ് കുറവാണ്, കാര്യം അപ്പുറത്തെ ആംബർ സിഗ്നലാണ്. ഈ വണ്ടിയിൽ റീസെൻ്റ്ലി ഒരു കാസർഗോഡ് ട്രിവാൻഡ്രം നമ്മുടെ ഈ ഹംസഫർ എക്സ്പ്രസ് ഇനി തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് 2 വന്ദേ ഭാരതിനും കൂടെ ക്രോസ് ചെയ്യും. ഇത് നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും എറണാകുളത്തിന് മുമ്പായിട്ട്. പിന്നെ ഇതിനെയും ക്രോസ് ചെയ്യും, നമ്മുടെ തിരുവനന്തപുരം മാംഗ്ലൂർ വന്ദേ ഭാരത് ആലപ്പുഴ വഴിയുള്ളത്, അതിനെയും ക്രോസ് ചെയ്യും. ഈ പണി നടക്കുന്നതുകൊണ്ടാണ് വന്ദേ ഭാരതം സ്ലോ ആയിട്ട് വന്നത്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു ട്രാക്കിൻ്റെ അടിവശം കുഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ടെമ്പററി ബ്രിഡ്ജിന് മുകളിൽ കൂടെ പോകുന്നതുകൊണ്ടാണ്. പുഷ് ബോക്സുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാരണമാണ് നമ്മൾ സ്ലോ ആയത്. ഫറൂഖ് പാലം കഴിഞ്ഞു, ഫറൂഖ് സ്റ്റേഷൻ എത്താറായി. മംഗളൂരു സെൻട്രൽ ചെന്നൈ എക്സ്പ്രസ്. പതിവ് പോലെ വാക്ക് 7 ആണ്, 37509 റോയൽ. ഇതിന് തൊട്ടപ്പുറത്തായിട്ടുള്ളത് ഫറൂഖിലെ മറ്റേ ഫ്യൂവൽ സൈഡിങ് ആണ്.
ജസ്റ്റ് കുറ്റിപ്പുറം എത്തിക്കൊണ്ടിരിക്കുന്നു. കുറ്റിപ്പുറത്തിന് മുമ്പായിട്ട് നമ്മളെന്ന് ഹോം സിഗ്നൽ പിടിച്ചിടാൻ പോകും. എന്താ കാരണം എന്നറിയില്ല. അപ്പുറത്ത് ആ വെള്ളപ്പൂ കാണുന്നില്ലേ, അത് അതിനപ്പുറത്തോട്ടുള്ളത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയിലുള്ള പുല്ല് ആണ് കാണുന്നത്. ഒരു പ്രത്യേകതരം പുല്ലാണ്, നല്ല ഒരാൾ പൊക്കത്തിലേക്ക് അത് വളരുന്നത്. ആ പുല്ലാണ് ഭാരതപ്പുഴയുടെ രണ്ട് തീരത്തും. എന്താ പ്രശ്നം എന്നറിയില്ല. നമ്മൾ കുറ്റിപ്പുറം ഹോം സിഗ്നലിൽ വന്നങ്ങ് നിന്നു. അവിടെ ഫ്രണ്ടിലൊരു ബാനർ ഫ്ലാഗിന് കാണാൻ പറ്റുന്നായിരുന്നു, റെഡ് കളറിൽ. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് വർക്ക് നടക്കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്താ ഇഷ്യൂ എന്നറിയില്ല. മീൻവെൽ ഓപ്പോസിറ്റ് ലൈനിൽ 16323 കോയമ്പത്തൂർ മംഗളൂർ എക്സ്പ്രസ് ഇറങ്ങി വരുന്നുണ്ട്. ഇത് 16323 എന്ന നമ്പർ ഉണ്ടെന്നെങ്കിൽ ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ ട്രെയിനല്ല, പാലക്കാട് ഡിവിഷൻ്റെ ട്രെയിനാണ്. മാംഗ്ലൂർ ബേസ്ഡ് റേക്കാണിത്. ഭുസാവൽ ഷെഡിൻ്റെ 22848 ആണ് ലോക്കോ. ഭുസാവൽ ലോക്കോ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു മനസ്സിലാവില്ല. കുറ്റിപ്പുറം സ്റ്റേഷനിലോട്ട് കയറുകയാണ്. എന്തിനായിരുന്നു ഇവിടെ ബാനർ ഫ്ലാഗ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ ഹൈവേയുടെ പാലത്തിന് പണി നടക്കണം, അതിൻ്റെ വല്ലതും ആണോ എന്നറിയില്ല. അല്ല ഗേർഡറും പ്ലേസ് ചെയ്യാനായിരുന്നു എന്നറിയില്ല. പക്ഷെ അതിന് സാധാരണ ഫുൾ പവർ ബ്ലോക്ക് കൊടുത്താണ് ചെയ്യുന്നത്. ലൈൻ ബ്ലോക്കും പവർ ബ്ലോക്കും കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെ ഇടനേരത്തെ ചെയ്യാറില്ല. എന്താണ് സീൻ എന്നറിയില്ല. അവിടെ നിന്ന് പണി നടക്കുന്നുണ്ട് കണ്ട മുകളിൽ. ഇവിടെ താഴെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഹൈവേയുടെ വർക്ക് തന്നെ. ഞങ്ങളവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ സർവേ വർക്ക് ഇത് തന്നെ സംഭവം. ഇതാണ് കാരണം. ഈ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ അവിടെ പുറത്ത് നിർത്തിയത്. അപ്പം നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞു. അങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷൻ എത്തി. ഇവിടെ നിറച്ച് പോലീസുകാരാണ്. എല്ലാ സ്ഥലത്തും പോലീസുകാരുണ്ട്. പോലീസുകാരും RPFകാരും എല്ലാം ഉണ്ട്. ഇതാണ് കുറ്റിപ്പുറം സ്റ്റേഷൻ ബിൽഡിങ്. ഇത് വർക്കിംഗ് ബിൽഡിങ്. ഇതാണ് പാസഞ്ചർ അമ്യൂണിറ്റീസിലെ ബിൽഡിങ്. ഇതിലൊരു പുതിയ AC വെയിറ്റിംഗ് റൂം ഒക്കെ വന്നിട്ട് കണ്ടോ. ഒരുവിധം സ്റ്റേഷനുകളിലൊക്കെ AC വെയിറ്റിംഗ് റൂം വന്നിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിൽ. അതിൽ ചിലതൊക്കെ എത്ര കാലം നിൽക്കുന്നറിയില്ല. വലിയമാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്പിക്ക് കിടക്കുന്നു. പാലക്കാട് ഡിവിഷനിലെ DRM സഞ്ചരിക്കുന്ന സെൽഫ് പ്രൊപ്പൽഡ് ഇൻസ്പെക്ഷൻ കാർ. അപ്പോൾ വലിയമാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് അത്ര ആൾക്കൂട്ടം കണ്ടത്. ഈ ഫുൾ റേക്ക് ഈ കളറായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ദുരന്തോ എക്സ്പ്രസ്സിന്, ഹംസഫർ, ഇതിനൊക്കെ സ്വന്തമായിട്ടൊരു ലിവറി ഉണ്ട് ഇല്ലേ. ഗരീബ് രത്ന ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ നശിപ്പിച്ചു. ഇപ്പം എല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് റെഡായി. വീണ്ടും ലിവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇന്ത്യൻ റെയിൽവേസ്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ട്രെയിനുകൾ തിരിച്ചറിയാനും യാത്രക്കാർക്ക് എളുപ്പമോ. ഇതാണ് തൂതപ്പുഴ. തൂതപ്പുഴ ഇവിടെ വെച്ചാണ് ഭാരതപ്പുഴയായിട്ട് സംഗമിക്കുന്നത്. അതിനപ്പുറത്തായിട്ട് ആ പുതിയ റെഗുലേറ്ററിനെ പണി നടക്കുന്നത് കാണാം. ഞാൻ നേരത്തെ കാണിച്ചത് ഇതായിരുന്നു തൂതപ്പുഴ. തിരുവനന്തപുരം കോഴിക്കോട് ജനസഭ. പള്ളിപ്പുറം സ്റ്റേഷനായി. ഇനി പട്ടാമ്പി, കാരക്കാട്, ഷൊർണൂർ.
ക്ലാസ്സിക് ആയി. ഇതിപ്പോൾ ഞാൻ എൻ്റെ കോച്ചിൻ്റെ ഡോറിലാണ്. ഇവിടെ ഫ്ലാറ്റ് വീലുണ്ട്, ഭയങ്കര സൗണ്ട്. എവിടെയൊക്കെ പോയി എന്തൊക്കെ കാഴ്ച കണ്ടു പറഞ്ഞാലും കണ്ണിന് ഇത്ര കുളിർമയേക്കുന്ന മറ്റൊരു കാഴ്ചയില്ല. ഇത് കാണിച്ചിട്ട് കുറേ കാലമായില്ലേ. ഇവിടുന്ന് നിലമ്പൂർ ലൈനിൽ നിന്ന് മെയിൻ ലൈൻ കാണിക്കാറുണ്ട്. ഓപ്പോസിറ്റ് കാണിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മുടെ സ്വന്തം നിലമ്പൂർ ലൈനിനെ നമ്മൾ കണ്ടുമുട്ടി. ഇനി ഏകദേശം 2 കിലോമീറ്റർ കൊണ്ട് ഷൊർണൂർ സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. ആ ലെഫ്റ്റ് കാണുന്ന നിലമ്പൂർ ലൈനിൻ്റെ ഹോം സിഗ്നലാണ്. നമ്മുടെ ഹോം സിഗ്നൽ കാട് കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല എനിക്ക്. നമ്മുടെ ഹോം റെഡാണ്. നമ്മുടെ ഹോം സിഗ്നൽ റെഡ് ആയതുകൊണ്ടാണ് നമ്മൾ പതുക്കെ വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഷൊർണൂർ സ്റ്റേഷൻ്റെ കാവൽക്കാരനായ ഹോം സിഗ്നൽ. അവിടെ പ്ലാറ്റ്ഫോം 7 ഇവൻ വന്നിട്ടുണ്ട്. നമ്മുടെ എന്തുവൻ്റെ പേര്, വേണാട് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ 6-ലേക്കല്ല, അറിയില്ല കേട്ടോ, എനിക്കൊരു സംശയം ഇപ്പോൾ കണ്ടിട്ടിപ്പോൾ 6ആണോ എന്ന്. എൻ്റെ ഗസ്റ്റ് കറക്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 6-ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനിലൂടെ പ്രവേശിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് 12:27 നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തി. 2 മിനിറ്റ് ലേറ്റാണ്. ആക്ച്വലി ഹോം സിഗ്നലിൽ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് വന്ന് കയറിയാൽ. 2 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്നാൽ സ്റ്റേഷന് പുറത്തേക്ക് പോട്ടെ. നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പാസഞ്ചർ കിട്ടും. അപ്പോൾ ഫോക്സ്, നമ്മൾ 2 ദിവസം മുമ്പ് ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര ഷൊർണൂർ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങാടിപ്പുറത്തോട്ട് പോകുന്ന ട്രെയിൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടില്ലാണോ, ഞാനത് വീണ്ടും ചെയ്യുന്നില്ല. ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസൊക്കെ രേഖപ്പെടുത്തണം. ഞാൻ അതിൻ്റെ കാത്തിരിക്കുകയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും this is Vinay Shankar signing off from Platform 7. See you again in the very next video. Until then, bye-bye.